കടന്നില് നമ്മുടെ ജയബാലനെ തല്ലുന്ന കാവേരിയെ കാണാനായിട്ട് കഴിയും. നമ്മുടെ കാവേരിയും വീട്ടിലുള്ളവരൊക്കെ ചേർന്ന് ഭൂമി നമ്മുടെ ജയബാലൻ മേടിച്ചതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ചെന്നെത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ജയബാലൻ്റെ നേരെ കാവേരി നല്ല രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. അതായത് തൻ്റെ അച്ഛൻ്റെ പണം, തൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്നും അയച്ചു തന്ന പണം എടുത്ത് താൻ ഈ സ്ഥലം മേടിച്ച് തൻ്റെ അച്ഛനെ ചതിച്ചിട്ട് താൻ ഇവിടെ ഇരുന്ന് സുഖിക്കുകയാണോടോ ജയബാല എന്ന് ചോദിക്കുന്നു. എന്തിനാണോ തൻ്റെ അച്ഛനെ ചതിച്ചത് എന്ന് കാവേരി ചോദിക്കുമ്പോൾ ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴേക്ക് അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, അതായത് കാര്യങ്ങളൊക്കെ മനസ്സിലായടാ ജയബാല, അതായത് ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അരവിന്ദേട്ടൻ പറഞ്ഞു ഈ സ്ഥലം മേടിക്കുമെന്ന്. നിങ്ങൾ അധികം ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട, സത്യം തുറന്നു പറയുന്നത് തന്നെയാണ്. തൻ്റെ ഭർത്താവിൻ്റെ പണം കൊണ്ട് നീ അങ്ങനെ വാഴാമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്താണിത്. മര്യാദയ്ക്ക് ഈ സ്ഥലം തിരികെ തരുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യയെ വിശ്വസിപ്പിക്കാനായിട്ട് ജയബാലനാണെങ്കിൽ ഒരു കെട്ടുകഥ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. 50,000 60,000 അരവിന്ദൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ഈ സ്ഥലം അയാൾക്ക് മേടിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അയാൾക്ക് മേടിക്കാനായിട്ട് സാധിച്ചില്ല. എന്തോ അബദ്ധവശാൽ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്നും പറഞ്ഞ് ഈ പറമ്പ് ഇങ്ങനെ ഇവിടെ കിടക്കണമെന്നാണോ എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായി, ഞാനത് മേടിച്ചു, അത്ര തന്നെ. അതിനിപ്പോൾ ഇത്രയുള്ളത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ജയബാലനാണെങ്കിൽ നമ്മുടെ കാവേരിയെയും കുടുംബാംഗങ്ങളെയും നല്ല രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും നാണം കെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ഭൂവുടമകൾ വരുന്നുണ്ട്. സ്ഥലം കച്ചവടം നടത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട്. ഇതേ സമയം അരവിന്ദൻ കൊടുത്ത പണത്തിൻ്റെ സോഴ്സും തെളിവുകളും ഒക്കെ അവർ കുറച്ചുകൂടി വ്യക്തമായി പറയുന്നു. അത് കേട്ട കാവേരിയാണെങ്കിൽ, എടോ താൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത് എന്താടോ, അതായത് തൻ്റെ അച്ഛൻ 50,000 60,000 കൊടുത്തെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ എങ്ങനെ ഇരിക്കണ്ടോ എന്ന് ചോദിക്കുന്നു. താൻ എന്ത് ആടോ എൻ്റെ അച്ഛനെ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് കാവേരി നമ്മുടെ ആ കൊടും കുറ്റവാളിയെ കുത്തിനു പിടിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ആക്രമണം തുടരുന്നുണ്ടെങ്കിലും അവർ വിട്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ അരവിന്ദേട്ടനെ ചതിച്ച് സ്വന്തമാക്കിയ ഈ സ്വത്ത് നീ ഒരിക്കലും അനുഭവിക്കാൻ പോകുന്നില്ലടാ, ഗുണം പിടിക്കാത്തവനെ, നീ നശിച്ചു പോകുമെടാ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും, കാണാൻ കഴിയും. അങ്ങനെ അവർ